Okay, so my first question is the speech that began with the words at the stroke of the midnight hour, when the world sleeps, India will awake to life and freedom, marked India's historic entry into independence. By what title is this speech known? That's my question. Okay, that's my question. So this is a very famous, very fantastic speech. It's also remembered again in the recent period. The speech that began with the words, ഒരു പ്രഭാഷണമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിൽ ഒന്നാണ്. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ഇന്ത്യ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് ഉണരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർദ്ധരാത്രി നടത്തിയ പ്രഭാഷണമാണ്. ഈ അർദ്ധരാത്രിയുടെ നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ ലോകം ഉറങ്ങിക്കൊണ്ടിരിക്കെ ഇന്ത്യ ഇതാ ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാനായ വ്യക്തി നടത്തിയ സ്പീച്ചാണിത്. സോ ഈ സ്പീച്ചിന്റെ മാർക്ക്ഡ് ഇന്ത്യസ് ഹിസ്റ്റോറിക് എൻട്രി ഇൻടു ഇൻഡിപെൻഡൻസ്. ബൈ വാട്ട് ടൈറ്റിൽ ഈസ് ദിസ് സ്പീച്ച് നോൺ എന്നാണ്. ഈ സ്പീച്ചിന് ഒരു ടൈറ്റിലുണ്ട്. ഈ സ്പീച്ച് അറിയപ്പെടുന്ന ഈ സ്പീച്ചിന്റെ ഒരു ടൈറ്റിലുണ്ട്. അതാണ് എഴുതേണ്ടത്. ഈ സ്പീച്ച് ആരുടെ സ്പീച്ചാണ് എന്നുള്ളതല്ല, ഈ സ്പീച്ചിന്റെ ടൈറ്റിൽ എന്താണ് എന്നാണ് ചോദ്യം. ഇനി നിങ്ങൾക്ക് ആൻസർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. So Aparnika, you got the point, and Janvi also got the point. So what's the answer, Aparnika? Can you say? Trust with destiny. ഒന്ന് പറഞ്ഞോളൂ. With destiny. Yes, tryst with destiny എന്നാണ്. Tryst with destiny. Yes, tryst with destiny എന്നാണ് ആ പ്രഭാഷണത്തിന്റെ പേര്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രഭാഷണം നടത്തിയത് ആരാണെന്ന് ആദിനാഥനൊന്ന് പറഞ്ഞു. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പ്രഭാഷണമാണ്. I would like to suggest you one important thing, that is, നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ടൈറ്റിലും അതുപോലെ തന്നെ ആ പ്രഭാഷണത്തിന്റെ ആദ്യ ഭാഗവും അതിന്റെ ആശയം, അതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് കണ്ടെത്തണം. ഓക്കെ, സോ ജസ്റ്റ് നോട്ട് ഇറ്റ്, ഫൈൻഡ് ഔട്ട് ഓർ സെർച്ച് ദ ഫസ്റ്റ് 3 lines ഓഫ് ദ സ്പീച്ച് ഓഫ് ജവഹർലാൽ നെഹ്റു, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ടൈറ്റിലുള്ള ആ സ്പീച്ച് ഇത് എല്ലാ ക്വിസിലും ചോദിക്കുന്നതാണ്. മാത്രമല്ല സിവിൽ സർവീസ് എക്സാമിൽ ഉൾപ്പെടെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്ന് അറിയാമോ നിങ്ങൾക്ക്? കേൾക്കൂ. റീസെന്റ് ന്യൂയോർക്കിന്റെ മേയറായി ചുമതലയേറ്റ ഒരു ഇന്ത്യൻ വംശജനുണ്ട്. അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ ഈ സ്പീച്ച് കോട്ട് ചെയ്തുകൊണ്ടാണ് ന്യൂയോർക്കിന്റെ മേയറായി ചുമതലയേറ്റത്. ജവഹർലാൽ നെഹ്റുവിന്റെ ഈ സ്പീച്ചാണ് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ കോട്ട് ചെയ്തത്. ഓക്കെ,